അപ്പോൾ അവിടെ പ്രത്യേകമായ ശ്രദ്ധ നിരീക്ഷണവും വേണ്ടുന്ന ഒരു കുറ്റവാളി പ്രത്യേകമായിട്ട് ഒരു മാസമായിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഭക്ഷണ രീതി മാറ്റി, മലമെടുത്ത് ഇവർ എറിയുന്നത് പോലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് കടന്നു. ഇയാളുടെ ലോക്കപ്പിനകത്തേക്ക് കാര്യങ്ങൾ ശേഖരിച്ച് വെച്ചു. അപ്പോൾ ഇയാൾ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇയാൾ ആക്രമിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥരാകെ ചെയ്തത് എന്നാണല്ലോ അർത്ഥം. ഞാൻ പറഞ്ഞു നിർത്താം. അതായത് ഇത് ആ ജയിൽ ഉദ്യോഗസ്ഥരുടെ മാത്രം കുഴപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അവരെ കൊണ്ട് മാത്രം ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഹർഷൻ, കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നപ്പോഴും ഞാൻ പറഞ്ഞതാണ്, സ്കൂളിൽ ആലപ്പുഴയിൽ കൊല്ലത്ത് കുട്ടി ഷോക്കേറ്റ് വീണ് മരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, ഇത് ഈ സംവിധാനത്തിനകത്ത് വലിയ അലസത കയറിക്കൂടിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായിട്ട് മറ്റൊരു തെളിവായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഈ സംവിധാനത്തിനകത്ത് വളരെ ലതാർജിക്കായിരിക്കുകയാണ് ഈ സംവിധാനങ്ങളെല്ലാം. അത് അക്കാര്യത്തിൽ സർക്കാരിന് വേണമെങ്കിൽ അഡീഷണൽ ശ്രദ്ധ അതിനകത്തേക്ക് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല. ഇതിപ്പോൾ ഇയാൾക്കറിയില്ല, പുറത്തേക്ക് ചാടിയാൽ വേണ്ട സംവിധാനങ്ങൾ പുറത്ത് സഹായം കിട്ടിയില്ലെങ്കിൽ ഇയാൾക്കറിയില്ല ഗോവിന്ദച്ചാമി എന്ന പേര് അന്തരീക്ഷത്തിലേക്ക് വന്നാൽ കേരളം എത്രമേൽ ജാഗരൂകരാകും, നമ്മുടെ മീഡിയ എത്രമേൽ ജാഗരൂകരാകും, നമ്മുടെ നാട്ടുകാർ എത്രമേൽ ജാഗരൂകരാകും. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ പിടിച്ചേനെ. അത് അയാൾക്കറിയില്ല. പക്ഷേ അത് സംവിധാനങ്ങൾ ആ നിലക്ക് കാര്യങ്ങൾ ലൂസാക്കി വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സംഭവങ്ങൾ എന്ന പോലെ കേരളത്തിൽ ആവർത്തി സംഭവിക്കുന്ന സംഭവങ്ങൾ ഇത് തമ്മിലൊന്നും പരസ്പരം ഒരു സാമ്യവുമില്ലാത്ത സംഭവ വികാസങ്ങളാണ്. പക്ഷേ നമ്മുടെ മനുഷ്യരുടെ പൗരരുടെ ജീവനും സുരക്ഷയ്ക്കും സൗകര്യം ചെയ്തു കൊടുക്കേണ്ടുന്ന നമ്മുടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ലൂസായിരിക്കുന്നു. ആ സ്ട്രക്ചർ പതുക്കെ താഴോട്ട് പോവുകയാണ്. അത് അലസമായിരിക്കുന്നു, ലതാർജിക്കായിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ട് കൂടിയാണ്, മറ്റൊരു തെളിവായിട്ട് കൂടിയാണ് ഞാൻ ഈ സംഭവത്തെ കാണുന്നത്.